എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനും എയർ ഫ്രയറും കുക്കറൊന്നും ഇല്ലാതെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ദോശത്തവയിൽ വെച്ചാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കേക്കിനുള്ള മാവ് മിക്സ് ചെയ്യാം. അതിനായി 1/4 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെയും ഇടാം. 1/4 കപ്പ് കട്ടത്തൈര്, പുളിയില്ലാത്ത തൈര് തന്നെ വേണം എടുക്കാൻ. ഇനി ഇതിലേക്കൊരു മുട്ടയും ചേർക്കാം. മുട്ട വേണ്ട എന്നുള്ളവർക്ക് തൈരിൻ്റെ അളവ് കുറച്ചുകൂടിയും കൂട്ടിയാൽ മതി. 1/4 കപ്പ് കൂടി ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് വാനില എസൻസ് കൂടി ഒഴിക്കാം. ഒരു ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യാം. മാനുവലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീറ്ററാണിത്. ഇതിലാണ് ഇപ്പോൾ മിക്സ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നന്നായി തരിച്ചെടുക്കാം. ചിലപ്പോൾ ചെറിയ കട്ടകളുണ്ടാകും, അതുകൂടി ഉടച്ചെടുക്കാം. മാവ് റെഡിയാക്കുന്ന സമയം കൊണ്ട് ദോശത്തവ നമുക്കൊന്ന് ചൂടാക്കി വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 1/4 കപ്പ് പാൽ കൂടി വേണ്ടി വരും. ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളപ്പിച്ചാറിയ പാൽ തന്നെ ഒഴിക്കാം. കുറേശ്ശെ മിക്സ് ചെയ്താൽ മതി. കാൽ കപ്പ് പാൽ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റാണ്. ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. മാവ് ഒഴിക്കുമ്പോൾ ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കണം. പപ്പടക്കോല കൊണ്ട് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ദോശക്കല്ലിലേക്ക് വെക്കാം. ആൾറെഡി ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി വേറൊരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. നല്ലൊരു സ്റ്റീൽ പാത്രം കൊണ്ടാണ് അടച്ചു വയ്ക്കാൻ പോകുന്നത്.
ഇതുപോലെ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി ബേക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റൗവിലെ ഏറ്റവും ചെറിയ ബർണർ തന്നെ തിരഞ്ഞെടുക്കണം. അങ്ങനെയാകുമ്പോൾ കേക്കിൻ്റെ അടിഭാഗം കരിയാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. കേക്ക് ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേപോലെ ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്യാം. തണുത്തിട്ടുണ്ട്. കേക്ക് വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.